നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ചുരിദാറിൻ്റെ പാൻറ്റും ഇത് ലൈനിങ്ങും ഇതാണ് കേട്ടോ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചുരിദാറിൻ്റെ ടോപ്പ് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 2.5 മീറ്റർ ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഞാൻ ഈ ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ ഒന്ന് 2 ആക്കി മടക്കിയിട്ട് പിന്നെയും ഇതേപോലെ ഒന്ന് മടക്കിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഞാൻ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ചുരിദാറിൻ്റെ മെയിൻ മെറ്റീരിയലിൽ വെട്ടുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഈ ലൈനിങ്ങിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ലൈനിങ് ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതേ അളവിൽ. അതിനായിട്ട് ഞാനിവിടെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിനനുസരിച്ച് ഇതൊന്ന് ഇതേപോലെ മടക്കി എടുത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മളെ ടോപ്പിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചുള്ളത് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ മടക്കിയിട്ട് കഴിഞ്ഞാലും ഇത് നമുക്ക് 4 ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എത്രയാണോ നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് അതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ആ കൈക്കുഴീൻ്റെ ആ ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൽ കണ്ട പോലെ ഞാനിവിടെ അതിൻ്റെ പകുതി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ 2 പോയിന്റുകളും കൂടെ കൂട്ടിയിട്ട് ഞാനിവിടെ നീളത്തിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ എടുത്തിരിക്കുന്ന ഈ ഒരു പോയിന്റ് നീളത്തിൽ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ വരച്ചു കൊടുക്കുന്ന ഈ ഒരു വരയിലാണ് നമ്മളെ ചെസ്റ്റിൻ്റെ നമ്മൾ സർക്കംഫറൻസ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഇനി നമ്മളിവിടെ നെക്കാണ് കേട്ടോ അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഞാനിവിടെ നെക്ക് വിഡ്ത്ത് ആയിട്ട് 4 ആണ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഇവിടെ 6 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ലെങ്ത്തും വിഡ്ത്തും ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കൂട്ടിയിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിങ്ങനെ സ്ക്വയർ പോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നെക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ചതുരത്തിൽ ഇത് അടയാളപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് നെക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള നെക്കാണോ വേണ്ടത് അത് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പോലത്തെ ഒരു നെക്കാണ് കേട്ടോ ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്ക് നമ്മളൊരു നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഇവിടെ ഒരു 2 ഇഞ്ചാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തിയത്. അതും ഞാൻ ഈ ഒരു ഇതിൽ തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്ക് മുറിക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ബാക്കിലും ഞാനൊരു ചെറിയൊരു റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഈ കാണിക്കുന്നതാണ് കേട്ടോ ബാക്കിലേക്ക് വരുന്ന നെക്ക്. അപ്പോൾ ഈ താഴത്തുള്ളതാണ് നമ്മളെ ഫ്രണ്ടിലേക്കുള്ള നെക്ക് കേട്ടോ. ഇനി നമുക്കിവിടെ ചെസ്റ്റ് സർക്കംഫറൻസ് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് സർക്കംഫറൻസ് വരുന്നത് 36 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 36/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. അപ്പോൾ ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒരു 11 ആണ് കേട്ടോ അവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഒരു 2 ഇഞ്ച് ഇതിൻ്റെ തയ്യൽ തുമ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതേ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മളെ ബസ്റ്റിൻ്റെ അവിടെ വരുന്നത് നമ്മളെ ഹിപ്പിൻ്റെ അവിടെ വരുന്ന മെഷർമെൻറ്റ് നമ്മുടെ അടയാളപ്പെടുത്തുന്നത്. നമ്മൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നൊരു മെഷർമെൻറ്റിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എത്രയാണോ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടത് അതും കൂടെ കൂട്ടിയിട്ട് ആ ഒരു അളവാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഞാനിവിടെ ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ നമുക്ക് 2 ഇഞ്ചാണോ 1 ഇഞ്ചാണോ തയ്യൽ തുമ്പ് വേണ്ടത് നോക്കിയിട്ട് അതും കൂടെ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്ക് കൈക്കുഴി വെട്ടാനായിട്ട് നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു വരേൻ്റെ ഹാഫ് എവിടെയാണോ വരുന്നത് അത് ഇതേപോലെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കോൺ ഭാഗത്തു നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു പോയിന്റ്സുകളില്ലേ ഈ ഒരു പോയിന്റ്സുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഒരു കർവ് പോലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈക്കുഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ ഒരു സ്ലിറ്റ് വരുന്നൊരു ഭാഗം നമ്മൾ എവിടെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മോൾ ഭാഗത്തു നിന്ന് താഴത്തേക്ക് നമുക്ക് എവിടെയാണോ സ്ലിറ്റ് വരേണ്ട അത്രയും അളവ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 22 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലിറ്റ് വരേണ്ട ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളെ വയറിൻ്റെ ആ ഭാഗത്തുള്ള നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ എത്രയാണോ നമ്മളെ വയറിൻ്റെ അവിടെയുള്ള ആ ഒരു അളവ് അത് /4 ചെയ്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിന്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടം വരെയാണ് നമ്മൾ സ്ലിറ്റ് വരേണ്ടത് കേട്ടോ. അപ്പോൾ സ്ലിറ്റ് വരേണ്ടത് നമ്മൾ നേരെ താഴേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ്ങിൻ്റെ ഈ ഒരു മോൾ ഭാഗം നമ്മൾ വെട്ടിയിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ബാക്കിലെ നെക്കും ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ ഈ വരച്ചിരിക്കുന്ന ഇതിൽ കൂടെ നമുക്ക് ഇതും കൂടെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുറിക്കുന്ന കൈക്കുഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന പോർഷനാണ് കേട്ടോ ഈ മുകളിലിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബാക്കിൽ ഈ മടക്കി വെച്ചിരിക്കുന്നത് നമ്മളെ ബാക്കിലേക്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള നെക്കും കൂടി ഒന്ന് ഇറക്കി ഇതേപോലെ വെട്ടിക്കളയാം കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ടിലുള്ള കൈക്കുഴിയും ഒന്ന് കുറച്ച് ഇറക്കി വെട്ടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വരയിൽ നിന്ന് ഞാനിത് ബാക്കോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു 1/2 ഇഞ്ചിൽ നിന്ന് ഞാൻ
ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഉള്ളിലേക്ക് ഇറക്കി വെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പകുതിയിൽ നിന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്കാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഇറക്കിയിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ മാത്രമാണ് ഇതേപോലെ ഒന്ന് ഇറക്കി വെട്ടിക്കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഈ കാണുന്ന പീസാണ് നമ്മളെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന പീസ്, ഇത് നമ്മളെ ബാക്കിലേക്ക് വരുന്ന പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ടാണ്, ലൈനിങ് നല്ല തുണിയിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ 2 സെപ്പറേറ്റ് ലൈനിങ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ 2 ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് മുറിച്ച പോർഷൻ ഇതേപോലെ ഫ്രണ്ടിലെ പീസിലേക്ക് ഇതേപോലെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുന്ന നല്ല തുണീൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഞാൻ ഈ ഒരു ലൈനിങ്ങിൻ്റെ പോർഷൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ നല്ല തുണീൻ്റെ നല്ല ഭാഗത്തേക്കാണ് ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നമ്മളിവിടെ മറച്ചാണ് കേട്ടോ അടിക്കുന്നത്. ഇതൊന്ന് പിന്നെ ഇത് കൊടുത്തതിന് ശേഷം ആ ഒരു നെക്കിൽ കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിൽ നെക്കിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു പീസ് ഞാനിവിടെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കൈക്കുഴീൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളിത് ഇതേപോലെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. അത് നമ്മൾ അതേ രീതിയിൽ മുറിച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ലൈനിങ്ങിൻ്റെ അതേ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു കൈക്കുഴീൻ്റെ ഭാഗത്തുനിന്ന് മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കത് ഈ ഒരു ലൈനിങ് ഇതേപോലെ നമ്മൾ ഉള്ളിലേക്ക് മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ ലൈനിങ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. നമ്മളെ നല്ല ഭാഗത്ത് ഇതേപോലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നെക്ക് മറച്ചടിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ നെക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളെ സ്ലീവ്സ് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു പീസിൽ നിന്നാണ് ഞാൻ സ്ലീവ്സ് വെട്ടിയെടുക്കുന്നത്. അതിനായിട്ട് ഈ ഒരു പീസ് ഞാൻ ആദ്യം ഇവിടെ 2 ആക്കിയിട്ടൊന്നും മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം ഞാൻ ഒന്നും കൂടെ ഇത് മടക്കി വെക്കാണ് ചെയ്യുന്നത്. നമ്മൾ 2 സ്ലീവ്സും ഒരുമിച്ചാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ഈ കാണിക്കുന്നതാണ് നമ്മളെ സ്ലീവ്സിന്റെ ലെങ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ഞാൻ മുകളിൽ നിന്ന് താഴെ വരെ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പിന്റെ കൈ വെക്കേണ്ടത് ഈ ഒരു ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ അളവെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവാണ് നമ്മൾ സ്ലീവ്സിൽ അറ്റാച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്ലീവ്സ്. അപ്പോൾ നമ്മളെ സ്ലീവ്സിന്റെ ലെങ്ത് ഇതും നമ്മളെ സ്ലീവ്സിന്റെ അറ്റത്ത് വരുന്ന വിഡ്ത്ത് അതുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ്സിന്റെ ഈ ഒരു ഭാഗം നമ്മൾ 4 ഇഞ്ചാക്കിയിട്ടാണ് നമ്മൾ ക്യാപ് ഹൈറ്റ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ക്യാപ് ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഇക്വേഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് സർക്കംഫറൻസ് എത്രയാണോ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു താഴത്തേക്ക് അടയാളപ്പെടുത്തേണ്ടത് എത്രയാണെന്നുള്ളത് കിട്ടും കേട്ടോ. അതിനുശേഷം ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു നമ്മൾ 4 അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് നീട്ടിയിട്ട് ഇതേപോലെ ഒരു വര വരയ്ക്കുക. ഇനി ആ ഒരു വരേൻ്റെ ഹാഫ് കണ്ടിട്ട് നമ്മൾ ഇപ്പുറത്തുള്ള ഒരു ഹാഫ് പോർഷൻ്റെയും ഇപ്പുറത്തുള്ള ഹാഫ് പോർഷൻ്റെയും പകുതി ഇതേപോലെ കണ്ടുപിടിച്ചിട്ട് താഴത്തുള്ള പകുതിയിൽ താഴേക്ക് അരേഞ്ചും മുകളിലേക്കുള്ള പകുതിയിൽ മുകളിലേക്ക് അരേഞ്ചും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ലീവ്സിൻ്റെ അറ്റഭാഗത്തേക്ക് എത്രയാണോ നമ്മുടെ അളവ് വേണ്ടത് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാനൊരു തയ്യൽ തുമ്പും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് ഈ മുകളിലേക്കുള്ള ഈ ഒരു പോയിന്റിലേക്ക് നീട്ടിയിട്ട് ഇതേപോലെ ഒരു വര വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ നമ്മളെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കട്ട് ചെയ്യുമ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പ് കൂടെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനും ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ നെക്ക് മറച്ചിട്ട് ഇതേപോലെ വെച്ചിട്ടുള്ള ഈ ഒരു ടോപ്പിൻ്റെ 2 പീസുകൾ നമുക്ക് നമ്മളെ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നീളത്തിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മൾ സാധാരണ വെറുതെ കൂട്ടി അടിക്കാണ്ട് ഇതേപോലെ നമുക്ക് ഉള്ളിൽ കൂടെ മറച്ചടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ 2 ഭാഗവും ഇതേപോലെ കൂട്ടി അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഷോൾഡർ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമുക്ക് നെക്കൊന്ന് പതിച്ചടിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ നെക്ക് നമ്മൾ പതിച്ചടിക്കുക. നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമ്മളിതൊന്ന് മറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഷോൾഡറിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തു കൂടെ നമ്മൾ ആദ്യം അറ്റത്തു കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ഒരു ഡബിൾ സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്കും ഷോൾഡറും ഇവിടെ കൂട്ടി അടിച്ചതിന് ശേഷം നമുക്കിനി നമ്മുടെ സ്ലീവ്സ് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യാനുണ്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗവും ഈ ഒരു കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ എല്ലാം കൂട്ടി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസും മെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കും കൂടെ ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെന്നി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫുൾ ടോപ്പിൻ്റെ താഴെ വരെ ഞാൻ അതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ സ്ലീവ്സ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ ഇറക്കി കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ലീവ്സിലും ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഒരു താഴത്ത് വരുന്നൊരു ഭാഗത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ലീവ്സ് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് കേട്ടോ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡർ കൂട്ടി അടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ സ്ലീവ്സിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ ആണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ചെയ്യുന്നത് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സെൻറ്റർ പോർഷൻ എന്നത്
ഇതേപോലെ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം പിന്നെയും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടോപ്പ് ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മളെ സ്ലീവ്സിൻ്റെ അറ്റഭാഗവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഒരേപോലെ വരുന്ന ഭാഗങ്ങൾ, അതായത് സ്റ്റിച്ചസ് വരുന്ന ഭാഗങ്ങൾ ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈയിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ എവിടെയാണോ വരേണ്ടത് അവിടം വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തുകയാണ് കേട്ടോ വേണ്ടത്. അതിന് മുന്നേ ഞാനിവിടെ സ്ലീവ്സിൻ്റെ അറ്റത്തേക്ക് ഇതേപോലെ ചെറിയൊരു പൈപ്പിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ബ്ലാക്ക് പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെ സ്ലീവ്സിൻ്റെ നല്ല ഭാഗത്തേക്ക് ഈ ഒരു പീസ് ഇതേപോലെ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് തുണീൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമായിട്ട് നമുക്ക് വെളിയിലേക്ക് കാണുള്ളൂ. അപ്പോൾ നമുക്കൊരു ചെറിയ പൈപ്പിംഗ് പോലെ അതവിടെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ പുറത്തുണ്ടാവുക. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അതൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിനുശേഷം ഞാനിവിടെ ഒരു സ്ലീവ്സിൻ്റെ അവിടുന്ന് തുടങ്ങിയിട്ട് ഞാനിവിടെ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണോ നമ്മളെ ഷേപ്പ് അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെയാണ് കേട്ടോ നിർത്തേണ്ടത്. ഒരിക്കലും പുറത്തേക്ക് അടിച്ചിറക്കരുത്. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇവിടെ അടിച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ചസ് അടിച്ചിങ്ങനെ ഇറക്കി കൂട്ടി വെക്കരുത്. നമുക്ക് എവിടം വരെയാണോ വേണ്ടത് അത് ഇതേപോലെ അടിച്ചിട്ട് നമ്മളവിടെ നിർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഭാഗത്താണ് നമ്മുടെ സ്ലിറ്റ് തയ്ക്കേണ്ടത് കേട്ടോ, അതായത് ഓപ്പൺ വരുന്ന ഭാഗം. അത് നമ്മൾ ഇതേപോലെ മടക്കിയിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് പീസുകളും നമ്മൾ ഇതേപോലെ മടക്കിയിട്ടാണ് കേട്ടോ വെക്കുക. അപ്പോൾ ഈ പീസ് നമ്മൾ ഇങ്ങോട്ട് മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ പീസ് നമ്മളിത് ഇതേപോലെയാണ് മടക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ സ്ലിറ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ ഒരു ലൈനിങ് ഇല്ലേ, ഈ ഒരു ലൈനിങ്ങിൻ്റെ നമ്മൾ അറ്റഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്ലിറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മൾ മറ്റേ ഭാഗത്താണ് കേട്ടോ എൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നാണോ തുടങ്ങേണ്ടത് അത് ഞാനിവിടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മുകളിൽ നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് നിർത്തിയത് അവിടം വരെ നമ്മൾ ഇതേപോലെ ഈ ഒരു പീസ് ഇതേപോലെ മടക്കി പിടിക്കുക. മടക്കി പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ചോക്കും കൊണ്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മടക്കുമ്പോൾ എത്ര മടക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും ഇതേപോലെ ചോക്കും കൊണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരറ്റത്തു നിന്ന്, അതായത് ഇപ്പം ഞാൻ തുടങ്ങുന്നത് നമ്മളെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് കേട്ടോ, ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പീസിൽ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്തുനിന്ന് ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചോക്കും കൊണ്ട് വരച്ച ഒരു പാടുള്ളതുകൊണ്ട് അത്രയും പാടുള്ള ഭാഗം മാത്രം നമ്മൾ ഇതേപോലെ മടക്കി പിടിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു നേരത്തെ മുകളിൽ നമ്മൾ ഷേപ്പ് അടിച്ചിട്ട് നിർത്തിയിരിക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക. അതായത് നമുക്ക് ഈ രണ്ട് പീസുകളും ഇതേപോലെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഈ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള ഈ ഒരു പീസുകൾ ഇതേപോലെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടം മുതലാണോ വേണ്ടത് അവിടം വരെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സൂചി അവിടെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഫൂട്ട് പൊന്തിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ടോപ്പ് മൊത്തമായിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തെ ഈ ഒരു പീസും നമ്മൾ നേരത്തെ മടക്കിയ പോലെ തന്നെ നമ്മൾ ഒരേ അളവിൽ ഇതൊന്നും മടക്കിയിട്ട് ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ മടക്കുമ്പോൾ നമ്മളിതൊന്നിങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു മടക്ക് വരുന്ന ആ ഒരു ഭാഗം വരെ നമ്മൾ സൂചി ഇതേപോലെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ടോപ്പ് പിന്നെയും ഇതേപോലെ തിരിച്ചെടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ മുകളിൽ മടക്കിയ അതേ ഒരേ അളവിൽ തന്നെ നമ്മൾ താഴേക്കും ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും ഇതേപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്കിൽ ചെറിയൊരു ലേസിൻ്റെ ഡീറ്റെയിലിംഗും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂ കേട്ടോ.